नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 64. ഭഗവാൻ ബലരാമൻ വൃന്ദാവനം സന്ദർശിക്കുന്നു. പേജ് നമ്പർ 632. ആദ്യം നന്ദ മഹാരാജാവും യശോദ മാതാവും ചോദിച്ചു, പ്രിയപ്പെട്ട ബലരാമ, വസുദേവർ തുടങ്ങിയ സുഹൃത്തുക്കൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ക്ഷേമം തന്നെയാണല്ലോ? ഇപ്പോൾ നീയും കൃഷ്ണനും വളർന്നു വലുതായി, വിവാഹം കഴിഞ്ഞു കുട്ടികളുമായി. കുടുംബജീവിതത്തിൻ്റെ സുഖസന്തോഷങ്ങൾക്കിടയിൽ വല്ലപ്പോഴുമെങ്കിലും മാതാപിതാക്കളായ ഈ പാവം നന്ദ മഹാരാജാവിനെയും യശോദാദേവിയെയും ഓർമ്മിക്കാറുണ്ടോ? മഹാപാപിയായ കംസനെ നിങ്ങൾ വധിച്ചുവെന്നതും നിരന്തരം അവൻ്റെ പീഡനം സഹിച്ചു പോന്ന വസുദേവർ തുടങ്ങിയ സുഹൃത്തുക്കൾ ഇപ്പോൾ സ്വതന്ത്രരായിരിക്കുന്നു എന്നതും വളരെ നല്ല വാർത്തയാണ്. നീയും കൃഷ്ണനും ചേർന്ന് ജരാസന്ധനെയും കാലയവനെയും പരാജയപ്പെടുത്തിയതും നിങ്ങളിപ്പോൾ ദ്വാരകയിൽ സുരക്ഷിതരായി വസിക്കുന്നു എന്നതും സന്തോഷ വാർത്ത തന്നെ. ഗോപിമാർ വന്നെത്തിയപ്പോൾ ബലരാമൻ അവരെ ഒളിക്കണ്ണിട്ടു നോക്കി. കൃഷ്ണന്റെയും ബലരാമന്റെയും അഭാവം മൂലം അത്യന്തം പീഡിതരായിരുന്ന ഗോപിമാർ അത്യാഹ്ലാദത്തോടെ അവരിരുവരുടെയും ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിച്ചു. ദ്വാരകാപുരിയിലെ പ്രബുദ്ധരായ സ്ത്രീജനങ്ങളാൽ ചുറ്റപ്പെട്ട കൃഷ്ണൻ ജീവിതം ആസ്വദിക്കുന്നുവോ എന്നു അവർ ബലരാമനോടു എടുത്തു ചോദിച്ചു. പിതാവായ നന്ദനെയും അമ്മ യശോദയെയും വൃന്ദാവനത്തിലായിരുന്നപ്പോൾ അവൻ വളരെ അടുത്തു പെരുമാറിയിരുന്ന മറ്റു സുഹൃത്തുക്കളെയും വല്ലപ്പോഴുമെങ്കിലും ഓർമ്മിക്കാറുണ്ടോ ആവോ? കൃഷ്ണനു മാതാപിതാക്കളെ കാണാൻ വല്ല പദ്ധതിയുമുണ്ടോ? ഇപ്പോൾ ദയനീയമായ രീതിയിൽ അവൻ്റെ ചങ്ങാത്തം നഷ്ടപ്പെട്ട ഈ ഗോപിമാരെ അവൻ ഓർമ്മിക്കുന്നുണ്ടോ? ദ്വാരകയിലെ പരിഷ്കാരി പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട് അവൻ ഞങ്ങളെ മറന്നിരിക്കും. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂക്കൾ ശേഖരിച്ചും മാല കൊരുത്തും സദാ ഞങ്ങൾ അവനെ സ്മരിക്കുന്നുണ്ട്. അവൻ വരാത്തപ്പോൾ വെറുതെ കരഞ്ഞു ഞങ്ങൾ കാലം കഴിച്ചുകൂട്ടും. അവൻ ഇവിടെ വന്നു ഞങ്ങൾ നിർമ്മിച്ച ഈ മാലകൾ സ്വീകരിച്ചിരുന്നെങ്കിൽ. ദശാർഹന്റെ പിൻഗാമിയായ ഭഗവാൻ ബലരാമ, കൃഷ്ണന്റെ സൗഹൃദത്തിനു വേണ്ടി സമസ്തവും ഞങ്ങൾ ത്യജിക്കുമെന്നു നിനക്കറിയാം. എത്ര കൊടിയ ദുഃഖത്തിലും കുടുംബാംഗങ്ങളോടുള്ള ബന്ധം ആരും ഉപേക്ഷിക്കാറില്ല. എന്നാൽ മറ്റുള്ളവർക്കിത് അസാധ്യമാണെങ്കിലും
പിതാക്കന്മാരെയും അമ്മമാരെയും സഹോദരിമാരെയും ബന്ധുക്കളെയുമൊക്കെ ഞങ്ങളുടെ ത്യാഗത്തെക്കുറിച്ച് തീരെ വകവയ്ക്കാതെ ഉപേക്ഷിച്ചവരാണു ഞങ്ങൾ. അങ്ങനെയിരിക്കെ തികച്ചും അപ്രതീക്ഷിതമായി കൃഷ്ണൻ ഞങ്ങളെ ഉപേക്ഷിച്ച് അവൻ്റെ പാട്ടിന് പോയി. വലിയ പരിഗണനകളൊന്നുമില്ലാതെ ഞങ്ങളുടെ ചങ്ങാത്തം ഉപേക്ഷിച്ചു അവൻ പരദേശത്തെവിടെയോ പോയിക്കളഞ്ഞു. എന്നാൽ വളരെ ഭംഗിയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ അവൻ ബഹുസമർത്ഥനായിരുന്നു. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ട ഗോപിമാരെ, വിഷമിക്കേണ്ട. നിങ്ങൾ നമുക്ക് തന്ന സേവനങ്ങൾക്കു പ്രതിഫലം തരാൻ നമുക്ക് അസാധ്യമാണ്. എന്തൊക്കെയായാലും ഞങ്ങൾ സ്ത്രീകളല്ലേ, അപ്പോൾ ഞങ്ങൾക്കെങ്ങനെ അവനെ അവിശ്വസിക്കാനാകും? അവൻ്റെ പഞ്ചാര വാക്കുകൾ ഞങ്ങളെ ചതിക്കാൻ വേണ്ടിയുള്ളതായിരുന്നുവെന്നു ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. വൃന്ദാവനത്തിൽ കൃഷ്ണന്റെ അസാന്നിധ്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മറ്റൊരു ഗോപി പറഞ്ഞു തുടങ്ങി, എൻ്റെ പ്രിയപ്പെട്ട ബലരാമ, ഞങ്ങൾ ഗ്രാമീണ കുമാരിമാരാണ്, സംശയമില്ല. അതിനാൽ കൃഷ്ണന് ഞങ്ങളെ ആ വിധത്തിൽ വഞ്ചിക്കാൻ കഴിഞ്ഞു. എന്നാൽ ദ്വാരകയിലെ വധൂജനങ്ങളുടെ കഥയോ? അവർ ഞങ്ങളെപ്പോലെ മഠയികളാണെന്നു കരുതേണ്ട. ഗ്രാമീണ സ്ത്രീകളായ ഞങ്ങളെ വഴിതെറ്റിക്കാൻ കൃഷ്ണനു കഴിയും. എന്നാൽ ദ്വാരകാപുരിയിലെ സ്ത്രീകൾ സമർത്ഥകളും ബുദ്ധിമതികളുമാണ്. അതിനാൽ അവരെ വഴിതെറ്റിക്കാൻ കൃഷ്ണന് കഴിയുമോ എന്നു ഞാൻ അത്ഭുതപ്പെടുന്നു. അവർ അവൻ്റെ വാക്കുകൾ വിശ്വസിക്കുമോ? ഹരേ കൃഷ്ണ.